തൃശൂർ മണലൂർ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി 2 മലമ്പാമ്പുകളെ പിടികൂടി. തോപ്പിൽ ടോണിയുടെ പുരയിടത്തിൽ നിന്നും മഞ്ചാടി ചിറക്കാപ്പിന് സമീപത്തു നിന്നുമാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. തിരുവനന്തപുരം മാറനല്ലൂർ ദേവഗിരി ഓഡിറ്റോറിയത്തിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കണ്ടല സ്വദേശി രാജേന്ദ്രൻ. മൃതദേഹത്തിന് 3 ദിവസം പഴക്കമുള്ളതായി നിഗമനം. ADGP S. ശ്രീജിത്ത് ആലപിച്ച സംഗീത വീഡിയോ ശബരിമല നടയിൽ റിലീസിനൊരുങ്ങുന്നു. പ്രശാന്ത് മോഹൻ MP ഈണം പകർന്നിരിക്കുന്ന ഗാനങ്ങൾ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്യാം മംഗലത്താണ്. പാലാ ക്രിയേഷൻസിന്റെ ബാനറിൽ മധു ജി കമലം രചനയും സംവിധാനവും ചെയ്യുന്ന യമഹ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. ഹ്യൂമറിന്റെ പശ്ചാത്തലത്തിലുള്ള ചിത്രത്തിൽ ഹരി പത്തനാപുരം, നോബി മാർക്കോസ് അടക്കമുള്ളവർ വേഷമിടുന്നു. തൃശൂർ ആലവനങ്ങാട് സാഹിബ് മഹൽ കമ്മിറ്റിയുടെ കാരുണ്യ പദ്ധതിയായ വൈത്തുന്നൂർ പാർപ്പിട പദ്ധതിയുടെ 2ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ നടന്നു. തറക്കല്ലിടൽ പാണക്കാട് സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് താന്നിമൂട് പരിശുദ്ധ അമലോത്ഭവ മാതാ ദേവാലയം സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 85ാമത് തിരുനാൾ മഹാമഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് ഇടവക വികാരി ഫാദർ ബൈജു പാറോക്കാരൻ ഉദ്ഘാടനം ചെയ്തു. വട്ടപ്പാറ SUT മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടറടങ്ങിയ സംഘം ക്യാമ്പിന് നേതൃത്വം നൽകി. തൃശൂർ കൊടുങ്ങല്ലൂർ മേത്തല ദയ അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലാസ് സംഘടിപ്പിച്ചത് താലൂക്ക് നിയമസേവന കമ്മിറ്റിയുടെയും ജില്ലാ നിയമസേവന കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ. തൃശൂർ ചെങ്ങന്നൂർ മുനിസിപ്പൽ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സഖാവ് കാനം രാജേന്ദ്രൻ അനുസ്മരണം നടന്നു. AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അസ്ലം ഷാ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിലെ ടൂറിസം മേഖലയ്ക്ക് മാറ്റുകൂട്ടാൻ നെഹ്റു പാർക്ക് സജ്ജം. പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുരളി പെരുന്നെല്ലി MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച് ട്രയൽ നടത്തി. സോളാർ സഫാരി, ബോട്ടിംഗ്, കയാക്കിംഗ്, പെഡൽ ബോട്ട്, സ്പീഡ് ബോട്ടിംഗ് തുടങ്ങി സാഹസിക യാത്രയും പാർക്കിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. സഞ്ചാരികൾ കനാലിൽ ചിലവഴിക്കുന്ന സമയദൈർഘ്യം കണക്കിലെടുത്താണ് ടിക്കറ്റ് നിരക്കുകൾ. ലഘുഭക്ഷണം ഉൾപ്പെടെ കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി പാർക്കിലെ കഫ്റ്റീരിയ പ്രവർത്തന സജ്ജമാക്കും. ജനുവരി ആദ്യവാരത്തിൽ പാർക്ക് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു.